ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ ഒരു വീക്കിന് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എന്തായാലും ക്രിപ്റ്റോൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഓൾറെഡി കഴിഞ്ഞ വീക്കോട് നമ്മൾ പറഞ്ഞിരുന്നു ക്രിപ്റ്റോ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലേക്ക് പോകും എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഈ ഒരു വീക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ക്രിപ്റ്റോൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇനി എങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യാം, ക്രിപ്റ്റോൻ്റെ ഒരു അഗ്രസീവ് മൂവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് വാച്ച് ചെയ്യാം. നമ്മൾ നേരെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ വീക്കിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും കഴിഞ്ഞ വീക്ക് മാർക്കറ്റിലൊരു ബിയറിഷ് ക്യാൻഡിലാണ് എൻഡ് ചെയ്തത്. അപ്പം ഈ വീക്ക് നിങ്ങൾ നോക്കിയാൽ ആ ഒരു ബിയറിഷ് ക്യാൻഡിലിൻ്റെ അകത്ത് തന്നെയാണ് ഇപ്പം ഒരു ചെറിയ ബുള്ളിഷ് ക്യാൻഡിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഈ ഒരു ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ലോയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ 2 ദിവസം മീൻസ് ഇന്ന് നാളെയും കൂടെ ഉണ്ട് ഓൾറെഡി ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ക്യാൻഡിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് അത് ക്ലോസ് ചെയ്യുമോ എന്നുള്ളത്. താഴത്തേക്ക് എന്തായാലും ക്ലോസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇനിയില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് എന്തായാലും ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിലൊരു അഗ്രസീവ് മൊമെൻറ്റം രണ്ട് സൈഡിലേക്കും മാർക്കറ്റിലൊരു അഗ്രസീവ് മൊമെൻറ്റം കാണുന്നില്ല. മാർക്കറ്റ് ഈ കഴിഞ്ഞൊരു വീക്ക് അപ്പ് ആൻഡ് ഡൗണിൽ ആകെ മൂവ് ചെയ്തിരിക്കുന്നത് 2800 പോയിൻറ്റിനടുത്താണ് എന്ത് ചെയ്യുന്നത് മാർക്കറ്റ് ആകെ മൊമെൻറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മാർക്കറ്റിൽ സെല്ലേഴ്സും ആക്റ്റീവാണ് അല്ലെങ്കിൽ ബയേഴ്സും ആക്റ്റീവാണെന്ന് പറയാനുള്ള സാഹചര്യം ഓൾറെഡി ഇവിടെ ഇല്ല. സ്റ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന താഴത്തേക്കാണ്. കഴിഞ്ഞ വീക്കിൻ്റെ ലിക്വിഡിറ്റി ഓൾറെഡി മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല താഴത്തേക്ക് മാർക്കറ്റ് വീണ്ടും ലിക്വിഡിറ്റി എടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് താഴത്തേക്ക് തന്നെയാണ് നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു 4-5 വീക്കായിട്ട് മാർക്കറ്റ് വലിയ മൊമെൻറ്റം ഒന്നും ഓൾറെഡി തന്നിട്ടില്ല. അത്യാവശ്യം ബയേഴ്സ് ആക്റ്റീവ് ആയിരുന്നെങ്കിൽ മാർക്കറ്റ് അഗ്രസീവ് മൊമെൻറ്റം തരേണ്ട ടൈമായി. ബട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ഒരു അഗ്രസീവ് മൊമെൻറ്റം ഒന്നും തന്നിട്ടില്ല. സ്റ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന താഴത്തേക്ക് തന്നെയാണ്. മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് വന്നതിന് ശേഷം പിന്നീട് മാർക്കറ്റിന് ഒരു അഗ്രസീവ് മൊമെൻറ്റം ഓൾറെഡി നമ്മൾ ബുള്ളിഷിലേക്ക് ഓൾറെഡി പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ മാർക്കറ്റ് താഴത്തേക്ക് വരും എന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഡേയിലേക്കൊക്കെ ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് വളരെ ബുദ്ധിമുട്ടിയാണ് മാർക്കറ്റ് മുകളിലേക്ക് കഴിഞ്ഞൊരു വീക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബയേഴ്സ് അത്ര സ്ട്രോങ് അല്ല. നിങ്ങൾ അതിന് മുന്നത്തെ വീക്കിൽ നോക്കി കാണാൻ സാധിക്കും സെല്ലേഴ്സ് ഡേ ടൈം ഫ്രെയിമിലൊക്കെ അഗ്രസീവായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബയേഴ്സ് ഇവിടെ ഡേ ടൈം ഫ്രെയിമിൽ കൺസോളിഡേറ്റ് ചെയ്താണ് മാർക്കറ്റ് മുകളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവിടുന്ന് നല്ലൊരു ഫോൾ. ഓൾറെഡി നമുക്ക് 1 അവറിലേക്ക് സ്വിച്ച് ചെയ്താൽ കാണാൻ സാധിക്കും മാർക്കറ്റ് നല്ല ലിക്വിഡിറ്റി ബിൽഡ് ചെയ്താണ് മാർക്കറ്റ് ഓൾറെഡി മേളിലേക്ക് ഓൾറെഡി പോയിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം മാർക്കറ്റ് ഇവിടുന്ന് ഫോൾ ആകണം എന്ന് തന്നെയാണ്. മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ ലിക്വിഡിറ്റി ടേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മാർക്കറ്റ് ബുള്ളി സൈഡിലേക്ക് മൂവ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പ്രതീക്ഷിക്കുന്നുള്ളൂ. ആൻഡ് ടെക്നിക്കലി ഒരു ബുള്ളി സൈഡിലേക്കൊരു വ്യൂ ഓൾറെഡി ഇല്ല. നമ്മൾ ഇവിടുന്ന് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് താഴ്ന്നു വന്നാൽ പിന്നെ മാർക്കറ്റ് ലിക്വിഡിറ്റീസ് അത്യാവശ്യം ടേക്ക് ചെയ്തിട്ടായിരിക്കണം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ഓൾറെഡി നമ്മുടെ 1 അവറിലെ സപ്ലൈ സോണാണ് ഓൾറെഡി നിലവിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത് ഡേയുടെ സപ്ലൈ സോണ്, ഇതൊരു 4 അവറിൻ്റെ സപ്ലൈ സോൺ. ഇങ്ങനെ സപ്ലൈ സോണിലാണ് ഓൾറെഡി മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഇവിടുന്ന് താഴത്തേക്ക് ഒരു ഫോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ട്രേഡ് റണ്ണിങ്ങിലാണ്. ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി ഒരു 1:4 അടുത്ത് നമ്മളൊരു ട്രേഡ്സ് ഓൾറെഡി റണ്ണിങ്ങിലാണ്. ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു ട്രേഡ്സ് എന്നുള്ളത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ സപ്ലൈ സോണും അതുപോലെ തന്നെ ലിക്വിഡിറ്റി കൺസെപ്റ്റൊക്കെ നോക്കിയവരാണ് ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിൽ നമ്മുടെ വ്യൂ ഓൾറെഡി ബെയറിഷാണ്. നമ്മൾ നെക്സ്റ്റ് വീക്കിൽ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഫോൾ ആകും എന്ന് തന്നെയാണ്. ഇപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ്, നാളെ ഞായറാണ്. ഈ 2 ദിവസവും മാർക്കറ്റ് വോളറ്റൈലിറ്റി ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 ദിവസം ഓൾറെഡി ട്രേഡ്സിലേക്കൊന്നും പോകത്തില്ല. ഓൾറെഡി ഇത് ഇന്നലെ നമ്മളെടുത്ത ട്രേഡ്സ് ആയതുകൊണ്ടാണ് ഇത് ഓൾറേഡി നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മാർക്കറ്റ് മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നത് നാളെയാണ്. നാളെ വൈകുന്നേരത്തേക്ക് മാർക്കറ്റ് മൊമെൻറ്റം തരും എന്നാണ് ഓൾറെഡി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സപ്ലൈ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് താഴത്തേക്കുള്ള വ്യൂ തന്നെയാണ് നമ്മൾ ഓൾറെഡി പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ട്രേഡ്സിലേക്ക് നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഫോളാണ് ഓൾറെഡി നമ്മൾ ഈ ഒരു കഴിഞ്ഞ വീക്കിൻ്റെ ക്യാൻഡിൽ ഹൈയും ലോയും ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ എക്സാക്റ്റ് ഇവിടുന്ന് താഴത്തേക്ക് ഒരു നല്ലൊരു ഫോളാണ് ഓൾറെഡി നെക്സ്റ്റ് വീക്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. മാർക്കറ്റ് ഓൾറെഡി ഇവിടുന്ന് ഫോൾ ആകുമോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രേഡ്സ് SL ആകുമോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് മൺഡേയിൽ വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.